മാനസ, ഇന്നലെ വൈകുന്നേരം നമ്മൾ രാത്രി വൈകി കേട്ട ഏറെ സങ്കടം നിറഞ്ഞൊരു വാർത്തയായിരുന്നു ഷാനവാസിന്റെ മരണമെന്ന് പറയുന്നത്. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എപ്പോഴായിരുന്നു മരണം സംഭവിച്ചത്? ഖബറടക്കമടക്കമുള്ള കാര്യങ്ങൾ, പൊതുദർശനമടക്കമുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? അതുതന്നെയാണ് മനു. കഴിഞ്ഞ ദിവസം രാത്രി 11:50ഓടെയാണ് ഷാനവാസിന്റെ വിയോഗ വാർത്ത കേരളം അറിയുന്നത്. അദ്ദേഹം 4 വർഷമായി വൃക്ക ഹൃദയ രോഗ ചികിത്സയിൽ തുടരുകയായിരുന്നു എന്നതാണ് അറിയാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം സ്ഥിതി വളരെ മോശമായതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. രാത്രി 11:50ഓടെ അദ്ദേഹത്തിന്റെ മരണമാണ് അറിയാൻ സാധിച്ചത്. തുടർന്ന് ഈ നിരവധി സിനിമകളിലും അതോടൊപ്പം തന്നെ സീരിയലുകളിലും അഭിനയിച്ച ഒരു വ്യക്തി കൂടിയാണ്. പ്രേം നസീറിന്റെ മകൻ കൂടിയാണ്. മാത്രമല്ല തിരുവനന്തപുരം ചിറയിൻകീഴ് സ്വദേശി കൂടിയാണ്. അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത ഏതായാലും പ്രേക്ഷകർക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെയും തന്നെ വലിയ രീതിയിലുള്ള ഒരു നഷ്ടം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, നിരവധി സിനിമകളിൽ, അതായത് തമിഴ്, മലയാളം തുടങ്ങിയ ഭാഷകളിൽ 51-ലധികം സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടും എന്ന് തന്നെയാണ് മലയാളക്കരയ്ക്കും അതോടൊപ്പം തന്നെ തമിഴ് നാടിനും ഒരുപോലെ പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ എന്നുള്ളതാണ്. ഏതായാലും 9 മണിയോടെ അദ്ദേഹം ഇവിടെ തിരുവനന്തപുരം വഴുതക്കാട് ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അവിടെ 9 മണിക്ക് ശേഷം പൊതുദർശനം ഉണ്ടാകും. ശേഷം 4 മണിയോടെയാണ് പാളയം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഏറ്റവും ഒടുവിൽ അഭിനയിച്ച സിനിമ എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെ ഈ ജനഗണ മനയിലാണ്. അതോടൊപ്പം തന്നെ ഈ 1981-ലാണ് അദ്ദേഹം സിനിമ മേഖലയിൽ അല്ലെങ്കിൽ സിനിമ താരമായി അരങ്ങേറ്റം കുറിക്കുന്നത്. അതോടൊപ്പം തന്നെ 2011 ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചൈന ടൗണിലൂടെയാണല്ലേ തിരികെ വരുന്നത് സിനിമയിലേക്ക്, അല്ലേ? തീർച്ചയായും ഇടയ്ക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം 2011 ചൈന ടൗണിലാണ് വീണ്ടും അദ്ദേഹം മലയാള സിനിമയിലേക്ക് രംഗപ്രവേശം നടത്തുന്നത്. അതിന് പിന്നാലെ ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രമാണ് ജനഗണ മന എന്ന് പറയുന്നത്. കൂടാതെ 4ഉം 5ഉം സീരിയലുകളിലും അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരു മുഖം തന്നെയായിരിക്കും ഷാനവാസിൻ്റേത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വഴുതക്കാട് 9 മണിക്ക് ശേഷമാണ് പൊതുദർശനം വയ്ക്കുന്നത്. അതിനുശേഷം വൈകുന്നേരം 4 മണിയോടെ പാളയം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കാര ചടങ്ങുകളും നടക്കും. ഒരുപക്ഷെ ബഹളങ്ങളൊന്നുമില്ലാതെ കടന്നുപോയ ഒരു കലാകാരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം ഇതിഹാസ നായകനായ പ്രേം നസീറിന്റെ മകനാണ്. ആ ആടയാഭരണങ്ങൾ അദ്ദേഹം അങ്ങനെ സിനിമകൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ രീതിയിലൊന്നും അതിൻ്റെതായ ഒരു താരജാടകളൊന്നും ഒരിക്കലും കാണിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാധാരണക്കാരനായി പ്രവർത്തിച്ച് ഒരു സാധാരണ കലാകാരനായി നമ്മുടെ ഇടയിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ കൂടി നമുക്ക് അദ്ദേഹത്തെ വിലയിരുത്താം, അല്ലേ? തീർച്ചയായും മനു, സാധാരണക്കാർക്ക് അദ്ദേഹത്തിൻ്റെ വളരെ ലളിതമായ വേഷങ്ങളൊക്കെയും തന്നെയാണ് ഈ നിരവധി സിനിമ, അതായത് 51ഓളം സിനിമകളിലായി നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും, മലയാള സിനിമ ആസ്വദിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഷാനവാസിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ മാത്രമാണ് സാധ്യമാവുകയുള്ളൂ. ഈ ഒരു വിയോഗ വാർത്തയിലും ഒരുപക്ഷെ എല്ലാവരും തന്നെ വിഷമത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അത്തരത്തിൽ നിരവധി സിനിമകളിൽ അഭിനയിച്ചു, മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചു. ഇടയ്ക്ക് ഒരു ഇടവേള എടുത്തെങ്കിൽ കൂടിയും അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നു. ആ ഒരു തിരിച്ചു വരവും ആളുകൾ ഏറെ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ വൃക്ക ഹൃദയ രോഗ സംബന്ധമായ ചികിത്സയിലായിരുന്നു. ആരോഗ്യമാണ് അദ്ദേഹത്തെ തളർത്തിയത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം സ്ഥിതി വളരെ മോശമായതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സ തേടി എത്തുന്നതും പിന്നാലെ സ്ഥിതി വളരെ അതീവ മോശമായതിനെ തുടർന്ന് മരണം സംഭവിക്കുന്നതും. അതുകൊണ്ട് തന്നെ മലയാളത്തിന് അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് പ്രേം നസീറിൻ്റെ മികവ് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയാണ്. ആ ഒരു ഇഷ്ടം കൂടി ആളുകൾക്ക് എന്നും ഈ ഷാനവാസിനോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. ആ ഒരു സ്നേഹം ഇനിയും തുടരും എന്ന് തന്നെയാണ്. കാരണം ഒരു വിയോഗത്തിലൂടെ വലിയൊരു നഷ്ടം ഉണ്ടാകുമ്പോഴും മലയാള സിനിമയ്ക്കും അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിലും വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം എന്ന് പറയുന്നത്. എങ്കിൽ കൂടിയും ആളുകൾ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന നിരവധി ചിത്രങ്ങൾ സമ്മാനിച്ചാണ് അദ്ദേഹം വിട പറയുന്നത്. ഇതിഹാസ നായകനായ
പ്രേം നസീറിൻ്റെ മകൻ. അങ്ങനെ മേൽവിലാസങ്ങൾ ഒരുപാടുണ്ട് അദ്ദേഹത്തിന് പറയാൻ, ഷാനവാസിന് പറയാൻ. പക്ഷേ അതൊന്നും ഉപയോഗിക്കാതെ, ബഹളങ്ങളൊന്നുമില്ലാതെ നിശബ്ദനായി സ്വന്തം ജോലിയെടുത്ത് കടന്നുപോയ ഒരു കലാകാരൻ എന്ന രീതിയിൽ കൂടി നമുക്ക് അദ്ദേഹത്തെ, ആ മനുഷ്യനെ അടയാളപ്പെടുത്താം.